ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. 52ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. se.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗബാധിതന് 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയതായും മന്ത്രി അറിയിച്ചു. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPIM. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർഡെയെ നേരിടും. രാത്രി 9:30-നാണ് മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30-നാണ് സൌദി അറേബ്യ യുറുഗ്വേ പോരാട്ടം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നാളെ രാവിലെ 11 മുതൽ 1 മണിവരെ തടസ്സപ്പെടും. പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ജലസംഭരണികളിൽ നിന്നുള്ള ജലവിതരണം ഇക്കാരണത്താൽ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 31ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടുനിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ ജൂൺ 19-ന് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. കേരളത്തിൽ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേരാണ് അറസ്റ്റിലായത്. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.